ഹായ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൈത്തണിലെ പിക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് പിക്ലിംഗ്? ഇറ്റ്സ് എ വേ ടു സീരിയലൈസ് ആൻഡ് ഡീസീരിയലൈസ് പൈത്തൺ ഒബ്ജക്ട്സ്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ ഇപ്പോൾ പല ക്ലാസ്സസ് ആൻഡ് പല ഒബ്ജക്ട്സ് ഉണ്ടായിരിക്കും. ഈ ഒബ്ജക്ട്സിനെയൊക്കെ അപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റിൽ നമുക്ക് ഫയൽ സിസ്റ്റത്തിൽ സേവ് ചെയ്യാൻ സാധിക്കും, ഒരു ഫയൽ ലൈക്ക് ഒബ്ജക്റ്റ് ആക്കിയിട്ട്. ഈ പ്രോസസ്സിനെയാണ് പിക്ലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഈ ഫയൽ ലൈക്ക് ഒബ്ജക്ട്സിനെ തിരിച്ച് ആ ഒബ്ജക്ട്സിൻ്റെ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അതിനെയാണ് അൺപിക്ലിംഗ് എന്ന് പറയുന്നത്. അതാണ് പ്രോസസ് ഓഫ് ലോഡിംഗ് ദ ഫയൽ വിത്ത് ഒബ്ജക്റ്റ് സ്റ്റേറ്റ് ടു കൺസ്ട്രക്റ്റ് ആൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതിൽ. അപ്പോൾ ഈ പിക്ലിംഗ് എവിടെയാണ് യൂസ്ഫുൾ ആവുക എന്നതിനെ പറ്റിയിട്ട് സംസാരിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് കുറച്ച് ഡാറ്റയൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യാൻ പറ്റില്ല. ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ഇടയ്ക്ക് വെച്ച് നിർത്തി. പക്ഷേ ഇനി അത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എവിടെ വെച്ചിട്ടാണോ നിർത്തി അവിടെ നിന്ന് നിങ്ങൾക്ക് തുടങ്ങണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ നിർത്തുന്ന സമയത്ത് ഈ സ്ക്രിപ്റ്റ് നിങ്ങൾ നിർത്തുന്ന സമയത്ത് അപ്പോഴത്തെ ഒബ്ജക്ട്സിൻ്റെ സ്റ്റേറ്റ് നിങ്ങൾ ഫയൽ സിസ്റ്റത്തിൽ സേവ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇത് എപ്പോഴാണോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സേവ് ചെയ്ത ഒബ്ജക്റ്റിനെ തിരിച്ച് ഒബ്ജക്റ്റാക്കി കൺവേർട്ട് ചെയ്യും. അവിടെയൊക്കെ ഈ പിക്ലിംഗ് ആൻഡ് അൺപിക്ലിംഗ് വളരെയധികം യൂസ്ഫുള്ളാണ്. ഇതിൽ പിക്ലിംഗ് ആൻഡ് അൺപിക്ലിംഗ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയുന്നതിന് മുമ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഈ അൺപിക്ലിംഗ് ചെയ്യുമ്പോൾ ഏത് ഡാറ്റയാണ് നിങ്ങൾ അൺപിക്കിൾ ചെയ്യുന്നത് അത് ഒരു ട്രസ്റ്റ് വർത്തി സോഴ്സിൽ നിന്നുള്ള ഡാറ്റയാണെന്ന് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അതിന് മെയിനായിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് മലീഷ്യസ് ഇൻറ്റൻറ്റോട് കൂടിയിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണ് നിങ്ങൾക്ക് ആ ഡാറ്റ തരുന്നതെങ്കിൽ നമ്മളറിയാതെ തന്നെ അവർക്ക് ആവശ്യമുള്ള കോഡൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ റൺ ചെയ്യാൻ സാധിക്കും, നമ്മൾ അവർ തന്ന ഡാറ്റ അൺപിക്കിൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അൺപിക്കിൾ ചെയ്യുന്ന ഡാറ്റ എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നിങ്ങൾ തന്നെ ജനറേറ്റ് ചെയ്ത ഡാറ്റ ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് വർത്തിയാണെന്ന് ഉറപ്പുള്ള ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ ഡാറ്റ ആയിരിക്കണം. അതല്ലെങ്കിൽ അത് പല സെക്യൂരിറ്റി ലൂപ്ഹോൾസും നിങ്ങളുടെ പ്രോഗ്രാമിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി ഈ പിക്ലിങ്ങിനെ പറ്റിയിട്ട് ഒരു ഉദാഹരണം കൂടി പറഞ്ഞതിന് ശേഷം നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കിടക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പൈത്തണിലൊരു ഗെയിം ഉണ്ടാക്കാൻ പോകുകയെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ ഗെയിം ഉണ്ടാക്കുന്ന സമയത്ത് അതിലൊരു റിക്വയർമെൻറ്റ് എന്നുള്ളത് ഇപ്പോൾ ഗെയിം കളിക്കുന്ന ആൾക്ക് കളി നിർത്തുന്ന സമയത്ത് പ്രൊഫൈൽ സേവ് ചെയ്ത് വയ്ക്കണം. അതിനുശേഷം പിന്നീട് എപ്പോഴെങ്കിലും ആ കളി റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ പ്രൊഫൈലുണ്ടല്ലോ അത് ലോഡ് ചെയ്ത് എവിടെയാണോ കളി നിർത്തിയത് അവിടെ നിന്ന് തുടർന്ന് കളിക്കാൻ സാധിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ലിംഗ് ആൻഡ് അൺപിക്ലിംഗ് യൂസ് ചെയ്യാൻ സാധിക്കും. അതായത് ഈ ഗെയിമർ കളി നിർത്തുന്ന സമയത്ത് അയാളുടെ ആ സമയത്തെ ഒബ്ജക്റ്റിൻ്റെ സ്റ്റേറ്റ് ഒരു ഫയലായിട്ട് സേവ് ചെയ്ത് വയ്ക്കുക പിക്ലിംഗ് വഴി. അതിനുശേഷം ആൾ കളി എപ്പോഴെങ്കിലും തുടങ്ങുന്ന സമയത്ത് ആ സേവ് ചെയ്ത് വെച്ച ഫയലിനെ അൺപിക്കിൾ ചെയ്ത് തിരിച്ച് ആ ഒബ്ജക്റ്റ് സ്റ്റേറ്റ് റീസ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് പിക്ലിംഗ് ആൻഡ് അൺപിക്ലിംഗ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് പ്രോഗ്രാമിങ്ങിൽ എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുമെന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഗെയിമർ പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കുകയാണ്. ഒരു യൂസർ നെയിം, പിന്നെ കറൻറ്റ് ലെവൽ, ലാസ്റ്റ് സേവ്ഡ് ഓൺ, ഇങ്ങനെ 3 ആട്രിബ്യൂട്ട്സേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഡെമോ ചെയ്യുന്നതിനായിട്ട് ഒരു ഇൻക്രിമെൻറ്റ് ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡും പിന്നെ പ്രിൻറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞ ഒരു മെത്തേഡും ഉണ്ടാക്കാം. അപ്പോൾ ഇനീഷ്യലൈസർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇൻക്രിമെൻറ്റ് ലെവൽ നോക്കാം. അപ്പോൾ ഗെയിമർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഗെയിം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്ലാസ് ഉണ്ടാക്കാം. ആ ക്ലാസ്സിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പ്രൊഫൈൽ ഫയൽ പാത്ത്, അത് എവിടെയാണ് ഈ ഫയൽ സേവ് ചെയ്യാൻ പോകുന്നത്, ഗെയിമർ പ്രൊഫൈൽ എവിടെയാണ് സേവ് ചെയ്യാൻ പോകുന്നത്, അതുപോലെ ഗെയിമർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒബ്ജക്റ്റ് അതിൻ്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഈ ഗെയിമർ പ്രൊഫൈലായിരിക്കും. അതിനുശേഷം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാനും ലോഡ് ചെയ്യാനും അതുപോലെ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സും. അപ്പോൾ നമ്മളൊരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഫയൽ പാത്ത് കൊടുത്തു. നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കസ്റ്റം പ്രൊഫൈൽ പാത്ത് കൊടുക്കാം, അല്ലെങ്കിൽ അതിൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ ഇത് ഡിഫോൾട്ടായിട്ട് ഈ വാല്യൂ എടുക്കും. അത്രയേ ഉള്ളൂ ഇത്. ഇനി നമുക്ക് ഗെയിമർ പ്രൊഫൈൽ ഇനീഷ്യലൈസ് ചെയ്യാനുള്ള മെത്തേഡ് എഴുതാം. ഇത് നമ്മളൊരു പ്രൈവറ്റ് ഫംഗ്ഷനായിട്ടാണ് എഴുതുന്നത്. അണ്ടർസ്കോർ തുടക്കത്തിൽ കൊടുത്ത് അതൊരു പ്രൈവറ്റ് ഫംഗ്ഷനായിട്ടാണ് എഴുതുന്നത്. കാരണം ഇത് മറ്റുള്ള ആരും ആക്സസ് ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഡയറക്റ്റ്ലി ഗെയിമിന് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഗെയിം വെനെവർ വി ഇനീഷ്യലൈസ് ഗെയിം ഇതും കൂടി ഇനീഷ്യലൈസ് ആവും, അത്രയേ ഉള്ളൂ. അത് ഇങ്ങനെ കൊടുത്തു. ഇത് വേറെ ഒരുത്തൊന്നും ആക്സസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് ഇത് പ്രൈവറ്റ് ആക്കി വെച്ചത്. ഈ ഇനീഷ്യലൈസ് ഗെയിമർ പ്രൊഫൈൽ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനൊരു ഫയൽ അവൈലബിൾ ആണോ എന്ന് നോക്കും ഈ പാത്തിൽ.
അത് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് ലോഡ് ചെയ്യണം. അത് അവൈലബിൾ അല്ലെങ്കിൽ നമുക്ക് ഈ ഗെയിമർ പ്രൊഫൈൽ ഒരു പുതിയത് ഇനീഷ്യലൈസ് ചെയ്യണം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ os.path.exist എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഇവിടെ ഒരു കാര്യമുള്ളത് os ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇമ്പോർട്ട് os ഇവിടെ ആഡ് ചെയ്താൽ മതി. എക്സിസ്റ്റ് ഇനി self.profile file path. അപ്പോൾ അത് ഉണ്ടെങ്കിൽ നമുക്കത് ലോഡ് ചെയ്യണം. അപ്പോൾ അത് ലോഡ് ചെയ്യാനായിട്ട് അതിന് നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. സെൽഫ് ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഇത് ഇതുവരെ നമ്മൾ എഴുതിയിട്ടില്ല, അത് നമുക്ക് എഴുതാം. അതിന് മുന്നേ ഈ ഫംഗ്ഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇങ്ങനെ ഒരു ഫയൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു പാത്തിൽ ഈ ഫയൽ ഇല്ലെങ്കിൽ നമുക്ക് ഗെയിമർ പ്രൊഫൈലിനെ ഇനീഷ്യലൈസ് ചെയ്യണം. self.gamer profile ഇവിടെ യൂസർ നെയിം വേണം. അപ്പോൾ യൂസർ നെയിം നമുക്കിപ്പോൾ അറിയില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ടൊരാൾ ഗെയിം കളിക്കുമ്പോൾ യൂസർ നെയിം ഉണ്ടാവില്ല. അപ്പോൾ അത് ആളോട് ചോദിക്കണം. അപ്പോൾ അത് ഒരു ഇൻപുട്ട് വരും. അതായത് കമാൻഡ് പ്രോംപ്റ്റിൽ ചോദിക്കും. ഇത് റൺ ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ടാണ് ഈ സാധനം റൺ ചെയ്യുന്നതെങ്കിൽ, ഈ ഗെയിം ആദ്യമായിട്ടാണ് റൺ ചെയ്യുന്നതെങ്കിൽ എൻ്റർ യുവർ യൂസർ നെയിം എന്ന് ചോദിക്കും. അത് കഴിഞ്ഞാൽ അടുത്തത് വേണ്ടത് കറൻറ്റ് ലെവൽ. അത് പുതിയതായിരിക്കുമ്പോൾ ലെവൽ 0 ആയിരിക്കുമല്ലോ. അപ്പോൾ 0 കൊടുക്കുക. ലാസ്റ്റ് സേവ്ഡ് ഓൺ നമുക്ക് ഡേറ്റ് ടൈം ഡോട്ട് നൗ കൊടുക്കുക. അതായത് കറൻറ്റ് ടൈം സേവ് ആയിക്കോളും. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി ഇതിൽ നമുക്ക് ഈ ലോഡ് പ്രൊഫൈൽ വേണം. ലോഡ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എഴുതാം. അപ്പോൾ ഈ ലോഡ് പ്രൊഫൈൽ ചെയ്യുന്ന പരിപാടിയാണ് അൺപിക്ലിങ്. അതായത് നമുക്കൊരു ഫയലുണ്ട്, ആ ഫയലിനെ നമ്മൾ തിരിച്ച് പൈത്തൺ ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയുന്ന അല്ലെങ്കിൽ ഈ കൺസെപ്റ്റിന് അത്ര കോംപ്ലിക്കേഷനൊന്നുമില്ല ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ആ കൂടി ചെയ്യേണ്ടത് ആ ഫയൽ ഓപ്പൺ ചെയ്യണം. വിത്ത് ഓപ്പൺ ആ ഫയൽ പാത്ത് self.profile file path നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ഒരു ബൈനറി ഫയലാണ്. അതുകൊണ്ട് റീഡ് പെർമിഷനും വേണം, റീഡ് ആസ് ബൈനറി പെർമിഷൻ വേണം. അപ്പോൾ RB അതിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. ബൈനറി ഫയൽ അല്ലെങ്കിൽ ജസ്റ്റ് R കൊടുത്താൽ മതി. പക്ഷേ ഇതൊരു ബൈനറി ഫയലാണ്. അപ്പോൾ RB കൊടുക്കുക. അത് കഴിഞ്ഞ് ആസ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക, ഫയൽ ഹാൻഡ്ലറായിട്ട്. എന്നിട്ട് റിട്ടേൺ pickle.load ഡാറ്റ. ഇവിടെ പിക്കിൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല, അത് ഇമ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും ഇമ്പോർട്ടായി. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫയലിനെ ഓപ്പൺ ചെയ്ത് ഡാറ്റയിലിടും. ഈ ഡാറ്റേനെ pickle.load വെച്ചിട്ട് ലോഡ് ചെയ്യും. ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഈ self.profile ഫയൽ പാത്ത് ഉണ്ടല്ലോ, ആ ഫയൽ പാത്തിൽ എടുക്കുന്ന ഫയലിൻ്റെ സോഴ്സ് ട്രസ്റ്റ് വർത്തിയാണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം അൺപിക്ലിങ് ചെയ്യുന്ന സമയത്ത് ട്രസ്റ്റ് വർത്തി അല്ലാത്തത് നമ്മൾ അൺപിക്കിൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ പല സെക്യൂരിറ്റി ലൂപ്ഹോൾസും നമ്മുടെ ആപ്ലിക്കേഷനിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമുക്കത് പ്രശ്നമില്ല. കാര്യം നമ്മുടെ ഈ പ്രോഗ്രാം തന്നെയാണ് ഈ ഫയൽ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മൾ ആ കോഡ് എഴുതിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ആ പ്രശ്നമില്ല. പിന്നൊരു കാര്യമുള്ളത്, ഈ ലോഡ് ചെയ്യാൻ പോകുന്ന ഡാറ്റയുടെ ക്ലാസിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഈ ഫയലിൽ തന്നെ തുടക്കത്തിലുണ്ടാവണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇത് ലോഡ് ചെയ്യാൻ ഈ പിക്കിളിന് അറിയില്ലല്ലോ. ഇത് ഏത് ടൈപ്പ് ഡാറ്റ എന്ന് അറിഞ്ഞാൽ മാത്രമേ പിക്കിളിന് ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ടൈപ്പ് ഡെഫിനിഷനൊക്കെ ഈ മൊഡ്യൂളിന് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഗെയിമർ പ്രൊഫൈൽ. അതുകൊണ്ട് ഈ ലോഡിങ് പ്രോപ്പറായിട്ട് നടക്കും. ഈ അൺപിക്ലിങ് ഒരു പ്രശ്നമില്ലാണ്ട് നടക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോഡ് പ്രൊഫൈലിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ പ്രൊഫൈൽ ലോഡിങ് കഴിഞ്ഞു. പക്ഷേ സേവ് ചെയ്യണ കോഡ് നമ്മൾ എഴുതിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സേവ് പ്രൊഫൈലും കൂടി കൊടുക്കാം. സേവ് പ്രൊഫൈലിൽ നമ്മൾ ഇതുപോലെ തന്നെ വിത്ത് ഓപ്പൺ. അപ്പോൾ ഈ സേവ് പ്രൊഫൈൽ എന്ന് പറഞ്ഞ സംഭവമാണ് പിക്ലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ചെയ്യാൻ പോകുന്നത്. ഓപ്പൺ self.profile file path നമ്മൾ റൈറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഇപ്പോഴത്തെ കറൻറ്റ് ഒബ്ജക്റ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ self.gamer പ്രൊഫൈൽ ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത് സേവ് ചെയ്യാനായിട്ട് നമുക്ക് റൈറ്റ് പെർമിഷൻസും വേണം. പിന്നെ ബൈനറി ആയിട്ടാണ് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് WB കഴിഞ്ഞ് ആസ് ഡാറ്റ തന്നെ നമുക്ക് കൊടുക്കാം. അത് ജസ്റ്റ് ഒരു വേരിയബിൾ നെയിം എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് pickle.dump
ഡാറ്റ സെൽഫ് ഡോട്ട് ഗെയിമർ പ്രൊഫൈൽ ഡാറ്റ. അതായത് ഈ ഗെയിമർ പ്രൊഫൈലിൻ്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് കറൻറ്റ് സ്റ്റേറ്റ് ഡാറ്റയിലേക്ക് സേവ് ചെയ്യും. അത് കഴിഞ്ഞ് അത് റൈറ്റ് ചെയ്യും. അതാണ് ഈ സേവ് പ്രൊഫൈൽ ചെയ്യുന്നത്. സേവ് പ്രൊഫൈൽ അത്രേ ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഗെയിം കളിക്കുമ്പോൾ എന്തെങ്കിലും മാറ്റം ഈ ഗെയിമർ പ്രൊഫൈലിന് വരണമല്ലോ. അപ്പോൾ അതൊന്ന് മിമിക് ചെയ്യാനായിട്ട് നമുക്ക് അപ്ഡേറ്റ് ഗെയിമർ പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫങ്ഷൻ കൊടുക്കാം. അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. സെൽഫ് ഡോട്ട് ഗെയിമർ പ്രൊഫൈൽ ഡോട്ട് ഇൻക്രിമെൻറ്റ് ലെവൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ആ ഗെയിമർ പ്രൊഫൈലിലെ ലെവൽ 1 കൂടും. അത്രയേ ഉള്ളൂ. വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല ഇതിൽ. ജസ്റ്റ് നമുക്കത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അതായത് റൺ ചെയ്യണ സമയത്ത് നമുക്ക് മനസ്സിലാവണമല്ലോ ഈ സേവ് ചെയ്ത ഡാറ്റയൊക്കെ ഇതിൽ ശരിക്കും പ്രോപ്പറായിട്ട് വരുന്നുണ്ടെന്നുള്ളതൊക്കെ. അപ്പോൾ സേവ് പ്രൊഫൈൽ അപ്ഡേറ്റ് ഗെയിമർ പ്രൊഫൈലും വന്നു. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാനുള്ളത്, ഈ സേവ് ചെയ്ത ഡാറ്റ നമുക്ക് കാണണമല്ലോ, അതായത് വല്ല മാറ്റം വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമുക്ക് ഷോ പ്രൊഫൈൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ കൂടി കൊടുക്കാം. ഇതിനെ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴത്തെ കറൻറ്റ് ഗെയിമർ പ്രൊഫൈലിൻ്റെ ഡാറ്റ ഇവിടെ പ്രിൻറ്റ് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി ഇതിൽ എഴുതിയിട്ടുണ്ട് ഈ ഫംഗ്ഷൻ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ഇത് റൺ ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗെയിം എന്ന് പറഞ്ഞ സംഭവത്തിന് ഇനീഷ്യലൈസ് ചെയ്യുന്നു. ആ ഗെയിം തന്നെ ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവാമെന്ന് നോക്കാം നമുക്ക്. ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ പാത്ത് നമ്മളൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഡിഫോൾട്ട് വാല്യൂ എടുക്കും. അതായത് ഇവിടെ ഒരു ഫയൽ സേവ് ആവണം ഇപ്പോൾ. അപ്പോൾ ഇനീഷ്യലൈസേഷൻ്റെ പ്രോസസ്സായിട്ട് ഇത് രണ്ടും നടക്കും. ഗെയിമർ പ്രൊഫൈലിൽ നന്നായിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഇനീഷ്യലൈസ് ഗെയിമർ പ്രൊഫൈൽ റൺ ചെയ്യും. ഈ ഇനീഷ്യലൈസ് ഗെയിമർ പ്രൊഫൈൽ റൺ ചെയ്യുമ്പോൾ ഈ ഫയൽ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നോക്കും. അപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് ഇവിടെ പോവില്ല. അത് കഴിഞ്ഞ് ഇതാണ് റൺ ചെയ്യുക. അപ്പോൾ ഗെയിമർ പ്രൊഫൈൽ പുതിയൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത് റൺ ചെയ്യുമ്പോൾ എൻ്റർ യുവർ യൂസർ നെയിം ചോദിക്കണം. അത് കഴിഞ്ഞ് കറണ്ട് ലെവൽ 0 സെറ്റ് ചെയ്യും. ലാസ്റ്റ് സേവ് ഓൺ ഡേറ്റ് നൗ സെറ്റ് ചെയ്യും. ഡേറ്റ് ടൈം നൗ. അപ്പോൾ കറണ്ട് ടൈം സെറ്റ് ആവും. അപ്പോൾ അത്രയാണ് ഈ ഗെയിം എന്ന് പറഞ്ഞ സമയം ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, വേണമെങ്കിൽ ഷോ പ്രൊഫൈൽ ഡാറ്റ കൊടുക്കാം. അപ്പോൾ സേവ് ചെയ്ത പ്രൊഫൈലിൻ്റെ ഡാറ്റ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് വേണമെങ്കിൽ അപ്ഡേറ്റ് ഗെയിമർ പ്രൊഫൈൽ കൊടുക്കാം. അപ്പോൾ അതായത് കറൻ്റ്ലി നമ്മുടെ ലെവൽ 0 ആയിരുന്നു. ഇവിടെ 0 ആയിരുന്നു ഉണ്ടാവണം, ഇവിടെ 1 ആയി ഉണ്ടാവണം. അപ്പോൾ നമുക്കിതിവിടെ നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് 0 കാണിക്കണം, സെക്കൻഡ് ടൈം പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് 2 കാണിക്കണം. ഇനി നമുക്ക് സേവ് പ്രൊഫൈൽ കൊടുക്കാം. അത് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഗെയിമർ പ്രൊഫൈലിൽ ലെവൽ 1 ആയിട്ട് ഇവിടെ സേവ് ആവണം. ഈ ഗെയിം സേവ് ഡോട്ട് ബിൻ എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ ഉണ്ടാവണം. അത് നമുക്ക് റീഡ് ചെയ്യാനെന്നാണ് ശരിക്കും പറ്റണമെന്നില്ല. കാരണം അത് ബൈനറി ഫയലാണ്, പിന്നെ പൈത്തൺ ഒബ്ജക്റ്റ് ആണല്ലോ, റീഡബിൾ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ ഇവിടെ അപ്പോൾ പിക്ലിങ്ങിൻ്റെ മാജിക്ക് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് രണ്ടാമത്തെ പ്രാവശ്യം റൺ ചെയ്യുമ്പോഴാണ്. ഈ ആപ്ലിക്കേഷൻ രണ്ടാമത്തെ പ്രാവശ്യം റൺ ചെയ്യുന്ന സമയത്ത് ഷോ പ്രൊഫൈൽ ഡാറ്റ വരുമ്പോൾ ഫസ്റ്റ് തന്നെ ലെവൽ 1 ആയിരിക്കും. അത് കഴിഞ്ഞ് അപ്ഡേറ്റ് ഗെയിമർ പ്രൊഫൈൽ കൊടുക്കും. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലെവൽ 2 ആവും. എന്നിട്ട് അത് നമ്മളിവിടെ സേവ് ചെയ്യും. സേവ് പ്രൊഫൈൽ സേവ് ചെയ്യും. അതാണ് പിക്ലിംഗ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാനായിട്ട്. പൈത്തൺ main.py. ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗെയിം ഇതാണ് ഇപ്പോൾ വർക്ക് ചെയ്തത്. ഇത് വർക്ക് ചെയ്തപ്പോൾ ഇവിടേക്ക് വന്നു. സെൽഫ് ഡോട്ട് പ്രൊഫൈൽ പാത്ത് നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഡിഫോൾട്ട് പ്രൊഫൈൽ പാത്ത് എടുത്തു. അതിന് ഗെയിമർ പ്രൊഫൈൽ നണ്ണാക്കി സെറ്റ് ചെയ്ത് ഇനീഷ്യലൈസ് ഗെയിമർ പ്രൊഫൈൽ കൊടുത്തു. അപ്പോൾ ഇതിലാദ്യം തന്നെ നോക്കുക ഇങ്ങനൊരു ഫയൽ അവിടെ എക്സിസ്റ്റ് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇങ്ങനൊരു ഫയൽ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ കണ്ടീഷൻ വർക്ക് ചെയ്യില്ല. ഇവിടേക്ക് വരും. ഇവിടേക്ക് വരുമ്പോൾ ഗെയിമർ പ്രൊഫൈലിൽ നമ്മൾ യൂസർ നെയിമായിട്ട് ഇൻപുട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഈ ഇൻപുട്ട് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ എൻ്റർ ചെയ്തു. അപ്പോൾ എന്താ ഉണ്ടായത്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഈ സെൽഫ് ഡോട്ട് ഗെയിമർ പ്രൊഫൈലിൽ ഒരു ഗെയിമർ പ്രൊഫൈൽ ഉണ്ടായി. അത് കഴിഞ്ഞ് ഷോ പ്രൊഫൈൽ ഡാറ്റ വന്നു. അപ്പോൾ ആ പ്രൊഫൈൽ ഡാറ്റ പ്രിൻറ്റ് ചെയ്തു. അതായത് യൂസർ നെയിം സൈബർ മലയാളി, അതിന് കറണ്ട് ലെവൽ 0, കാരണം നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് 0 ആണല്ലോ അവിടെ കൊടുത്തത്, 0. അതിന് ലാസ്റ്റ് സേവ് ഡൗൺ കറണ്ട് ഡേറ്റ് ടൈം അവിടെ സേവായി. അത് കഴിഞ്ഞു. അപ്പോൾ ഈ ഷോ പ്രൊഫൈൽ ഡാറ്റ കഴിഞ്ഞ് ഇവിടെ അപ്ഡേറ്റ് ഗെയിമർ പ്രൊഫൈൽ കൊടുത്തു. അപ്ഡേറ്റ് ഗെയിമർ പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ നമ്മൾ ലെവലാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് നമ്മൾ 1/1 ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ കറണ്ട് ലെവലിൽ ഇപ്പോൾ 0 ആയിരുന്നു 1 ആയിട്ടുണ്ടാവും.
അത് കഴിഞ്ഞ് ഷോ പ്രൊഫൈൽ ഡാറ്റ കൊടുത്തു. ഷോ പ്രൊഫൈൽ ഡാറ്റ കൊടുത്തപ്പോൾ ഇപ്പോഴത്തെ കറൻറ്റ് സ്റ്റേറ്റ് പ്രിൻറ്റ് ചെയ്തു. സൈബർ മലയാളി യൂസർ നെയിം കറണ്ട് ലെവൽ ഇവിടെ നിങ്ങൾക്ക് കാണാം 1 ആയി മാറിയത്. ലാസ്റ്റ് സേവ് ടൈം ഇപ്പോഴത്തെ കറണ്ട് ഡേറ്റ് ടൈം പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് സേവ് പ്രൊഫൈൽ കൊടുത്തപ്പോഴാണ് ഈ ഫയൽ ഇപ്പോഴത്തെ സ്റ്റേറ്റായിട്ട് സേവ് ആയത്. ഇത് നമുക്ക് കാണാൻ സാധിക്കില്ല, ഒരു ടെക്സ്റ്റ് ഫയലല്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇവിടെ പിക്ലിങ്ങിൻ്റെ മാജിക് ആണെങ്കിൽ ഇത് ഒരു പ്രാവശ്യം കൂടി റൺ ചെയ്യണം. അപ്പോൾ നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്നതിന് മുമ്പ് എന്താ ഉണ്ടാവുകയെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഗെയിം ഇനീഷ്യലൈസ് ചെയ്യാണ്. ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോഴും ഇത് കൊടുക്കുന്നില്ല. അപ്പോൾ പ്രൊഫൈൽ ഫയൽ പാത്ത് ഇതാണ് gamesave.bin ആണ്. അത് പക്ഷേ അവിടെ ഫയലുണ്ട്. അപ്പോൾ നമ്മൾ ഗെയിമർ പ്രൊഫൈൽ നന്നായിരിക്കും. പക്ഷേ ഇനീഷ്യലൈസ് ഗെയിമർ പ്രൊഫൈൽ കൊടുക്കുമ്പോൾ os.path.exist നോക്കുമ്പോൾ അത് ട്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഇതാണ് വർക്ക് ചെയ്യുക, ഈ ലൈനാണ് വർക്ക് ചെയ്യുക. ഈ ലൈൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് self.load പ്രൊഫൈലിനാണ് കോൾ ചെയ്യുന്നത്. ലോഡ് പ്രൊഫൈൽ എന്ന് പറയുമ്പോൾ ആ പ്രൊഫൈൽ പാത്ത്, അതായത് ഈ gamesave.bin എന്ന് പറഞ്ഞിട്ടുള്ള ഫയൽ ഓപ്പൺ റീഡ് ബൈനറി പെർമിഷനോടുകൂടി ഓപ്പൺ ചെയ്ത് ഡാറ്റയിലേക്ക് അതിൻ്റെ ഹാൻഡിൽ കൊടുക്കും. ആ ഡാറ്റ തന്നെ pickle.load വെച്ചിട്ട് നമ്മൾ അൺപിക്കിൾ ചെയ്യും. ഈ അൺപിക്കിൾ ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ ഈ ഫയലിൽ എന്തൊക്കെയുണ്ടോ ആ സംഭവത്തിനെ നമ്മൾ തിരിച്ച് ഡീസീരിയലൈസ് ചെയ്യും. ഡീസീരിയലൈസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഒബ്ജക്റ്റ് ആണല്ലോ, ഗെയിമർ പ്രൊഫൈൽ എന്ന് പറഞ്ഞുള്ള ഒബ്ജക്റ്റ് ആണല്ലോ, അത് പിക്കിളിന് മനസ്സിലായി. അത് തിരിച്ച് ആ സംഭവത്തിനെയാണ് റിട്ടേൺ ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് നമ്മൾ സേവ് ചെയ്തപ്പോൾ നമ്മുടെ ഗെയിമർ പ്രൊഫൈലിലെ ലെവൽ എന്ന് പറയുന്നത് 1 ആയിരുന്നു. അപ്പോൾ നമുക്കിവിടെ ഇത് റിട്ടേൺ ചെയ്യുന്ന സമയത്ത് അത് 1 ആയിരിക്കണം. ഇനി നമുക്ക് എൻ്റർ അടിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം അത് 1 ആണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ 1 ആയി. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അപ്ഡേറ്റ് ഗെയിമർ പ്രൊഫൈൽ എടുത്തപ്പോൾ അത് 2 ആയിട്ടുണ്ടാവും. ഷോ പ്രൊഫൈൽ ഡാറ്റ വന്നപ്പോൾ 2 ആയി. അത് കഴിഞ്ഞ് സേവ് പ്രൊഫൈൽ. അപ്പോൾ അതായത് ഇപ്പോൾ ഇതിൻ്റെ ഉള്ള ഡാറ്റ എന്ന് പറയുന്നത് കറണ്ട് ലെവൽ വിത്ത് 2 ആണ്. അപ്പോൾ നമുക്കിതിവിടെ ഒരു പ്രാവശ്യം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 1 2 എന്നുള്ളത് 2 3 ആയിരിക്കണം. അതന്നെ ഇതിങ്ങനെ എത്ര പ്രാവശ്യം റൺ ചെയ്യണം അത്ര പ്രാവശ്യം നിങ്ങൾക്ക് ഇത് ഓരോന്നായിട്ട് ഇൻക്രിമെൻറ്റ് ചെയ്ത് പോകും. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്കിതൊരു 2 പ്രാവശ്യം ഇൻക്രിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ലെവലെന്ന് പറയുന്നത് 6 and 7 ആണ്. അതായത് 6 ആയിരുന്നു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അത് കഴിഞ്ഞ് സേവ് ചെയ്യുന്ന സമയത്ത് 7 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇനി റൺ ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 7 ആയിരുന്നുണ്ടാവും. 7 കഴിഞ്ഞിട്ട് നമ്മൾ 2 ഇൻക്രിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 7 കഴിഞ്ഞാൽ 8 9. അടുത്ത പ്രാവശ്യം സേവ് ചെയ്യാൻ പോകുന്ന പ്രൊഫൈൽ 9 വെച്ചിട്ടായിരിക്കും. അപ്പോൾ നമുക്കിത് റൺ ചെയ്ത് നോക്കി നോക്കാം. സോറി, ഇവിടെ നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് 8 and 10 വരണം. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ നമ്മൾ ഈ കറൻറ്റ് സ്റ്റേറ്റ് നമ്മൾ സേവ് ചെയ്ത് പോവുകയാണ്. ഈ പൈത്തൺ പ്രോഗ്രാം ആദ്യത്തെ പ്രാവശ്യം റൺ ചെയ്ത പോലെയല്ല. ആദ്യത്തെ പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഇത് ഇനീഷ്യലൈസ് ചെയ്യുക. പിന്നെ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇവിടെ സേവ് ചെയ്ത ഫയൽ വെച്ചിട്ടാണ് അതിൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിക്ലിംഗ് ആൻഡ് അൺപിക്ലിംഗ് എന്ന് പറയുന്നത് ഇവിടെ 2 ലൈൻസ് ഓഫ് കോഡേ ഉള്ളൂ. അതായത് ഈ pickle.load ഡാറ്റ, പിന്നെ pickle.dump self.gamerprofile, ഡാറ്റ. ഈ 2 ലൈനാണ് പിക്ലിംഗ് ആൻഡ് അൺപിക്ലിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 2 ലൈൻ കൊണ്ട് തന്നെ ഈ ഗെയിമർ പ്രൊഫൈലിനെ, ഈ ഗെയിം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ അത്യാവശ്യം ഫീച്ചർ റിച്ച് ആക്കാൻ സഹായിച്ചിട്ടുണ്ട്. അതാണ് പിക്ലിങ്ങിൻ്റെ ഒരു യൂസ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ പിക്ലിംഗ് ആൻഡ് അൺപിക്ലിംഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പ്രാവശ്യം കൂടിയും പറയുകയാണ്, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഡാറ്റ മാത്രമേ നിങ്ങൾ അൺപിക്കിൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് പല സെക്യൂരിറ്റി ഇഷ്യൂസും നിങ്ങളുടെ പ്രോഗ്രാമിലുണ്ടാക്കും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഞാൻ അവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും കമൻസോ സജഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.